ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തല്ലോ. പക്ഷേ പൂനെയിൽ നിന്നുള്ള റിസൾട്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. എങ്കിലും നടത്തിയ എല്ലാ പരിശോധനകളിലും ആ പേഷ്യൻറ്റിന് നിപ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി പൂനെയുടെ റിസൾട്ടും കൂടിയാണ് വരാൻ ബാക്കിയുള്ളത്. അപ്പോൾ 41 വയസ്സുള്ള രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. അതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകർ, 14 പേർ കുടുംബാംഗങ്ങൾ, 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. നിലവിൽ ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇതിന് ഹയസ്റ്റ് റിസ്ക് അതുപോലെ അല്ല, 2 പേര് സമ്പർക്കം 2 പേരാണ് ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവർ. 13 പേര് ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. 62 പേർ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇതാണ് ഇതുവരെയുള്ള കണക്കെടുപ്പിൽ നിന്ന് കലക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് എൻ്റെ ചേംബറിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DHS, DME, ഹെൽത്തിലെ മറ്റ് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ ഉൾപ്പെടെയുള്ളൊരു യോഗം ചേർന്നിരുന്നു. കോഴിക്കോട് കലക്ടറും കോഴിക്കോട് മെഡിക്കൽ കോളേജിലത്തെ പ്രിൻസിപ്പളും സൂപ്രണ്ടും ഓൺലൈനായി ആ യോഗത്തിൽ ചേർന്നിരുന്നു. അതിനുശേഷം നടത്തിയ റിപ്പോർട്ടിലാണ് 4 മണി വരെയുള്ള കണക്കാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കാലത്ത് നടത്താതിരുന്നത്. കാരണം 4 മണി വരെയുള്ള അതിൻ്റെ കണക്കനുസരിച്ച് പറയാമെന്ന് വെച്ചിട്ടാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഹയസ്റ്റും ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരോടും ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രോഗബാധിതൻ്റെ റൂട്ട് മാപ്പും തയ്യാറായിട്ടുണ്ട്. നിലവിൽ രോഗം ബാധിച്ച വ്യക്തിയെ ഇന്നലെ രാത്രി 12 മണിയോടുകൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റിയ സന്ദർഭത്തിലും ഒന്നും കാര്യമായിട്ടുള്ള തകരാറുകളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. പിന്നെ ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്പറുണ്ട് 0495 2373901, മൊബൈൽ 9072007767. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ആളുകൾക്ക്, അതിനൊരു ഭയമുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് അത് സംശയ നിവാരണത്തിനായി ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അതോടൊപ്പം തന്നെ ഷിഗല്ല കേസുകളുടെ ഒരു സ്റ്റാറ്റസ് നിലവിൽ ഇപ്പോഴും നിലവിൽ തിരുവനന്തപുരത്ത് 6 കേസുകൾ പോസിറ്റീവായിട്ടുണ്ട്. കൊല്ലത്ത് 2 കേസ്, കോഴിക്കോട് 3, വയനാട്ടിൽ 9. അത് ഈ കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലും നടത്തിയ ടെസ്റ്റിൻ്റെ റിസൾട്ടാണ്. ഇതുവരെയായിട്ട് 9. 7 കേസുകൾ കൺഫർമേഷന് വേണ്ടിയുണ്ട് കൊടുത്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടില്ല. പിന്നെ സിംറ്റംസ് 514 പേർക്കാണ് ഈ സിംറ്റംസ് കാരണം പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. സെക്കൻഡറി 64, ടോട്ടൽ 578. ഇനി ഹോസ്പിറ്റലുകൾ വയനാട്ടിൽ 47 പേര് ഹോസ്പിറ്റലുണ്ട്.
കാരണം ഞാൻ മിനിഞ്ഞാന്ന് 38 കുറച്ച് ആൾക്കാർ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ അഡീഷണലായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ആണ് ഞാൻ പറഞ്ഞത് 47 കേസസ് ഹോസ്പിറ്റൽ അഡ്മിഷൻ ഉണ്ട്. അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാത്രമല്ല, പ്രൈവറ്റിലും ഉണ്ട്. അപ്പോൾ അതുപോലെ കോഴിക്കോട് 3 പേരെയാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്, തിരുവനന്തപുരത്ത് 3 പേര്, കൊല്ലത്ത് 2 പേര്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഏതാ? അതെ, സിംറ്റം അല്ല, ഈ കേസസ്. അതെ, കേസസ് റിപ്പോർട്ട് ചെയ്ത ഒറിജിനൽ കൺഫർമേഷൻ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് 6, കൊല്ലത്ത് 2, കോഴിക്കോട് 3, വയനാട്ടിൽ 9 ആണ്. ഏതാ? അതെ, ഏതാ? അല്ല, കൺഫർമേഷൻ അല്ല, കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, ലാബിൽ അയച്ചിട്ടേ ഉള്ളൂ. കാരണം ഇന്നലെയും കുറേ പേര് വന്നിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്, മുമ്പ് അഡ്മിറ്റ് ചെയ്തവർ പോയിട്ടുമുണ്ട്. അതൊന്നും ഒരു എന്താ പറയേണ്ട, ഒരു അങ്ങനെ ടെൻഷനുള്ള ഒരു അന്തരീക്ഷമില്ല. ഈ ആ വിദ്യാലയത്തിലെ ബസേലിയസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ കിണർ പരിശോധിച്ചപ്പോൾ ബോർവെല്ലിൽ നിന്ന് ബാക്ടീരിയ ഇല്ല, പക്ഷേ കിണറിലുണ്ട്. ബാക്ടീരിയയുടെ അംശം ശക്തമായിട്ടുണ്ട്. പക്ഷെ അതൊന്ന് ഷിഗല്ലയുടെ മാത്രമായിട്ട് വേർതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ആ വെള്ളം ശുദ്ധമല്ല. അതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ 2 കാര്യങ്ങളും നിയന്ത്രണത്തിലാണിപ്പോൾ. എന്തെങ്കിലും കാരണവശാൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രം കണ്ടെയ്ൻമെൻറ്റ് സോണാക്കാൻ കലക്ടർക്ക് അധികാരമുണ്ട്. പക്ഷേ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോഴത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഇത് സംബന്ധിച്ചൊരു ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള റിപ്പോർട്ട്.